ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, അപ്പോൾ എമ്പുരാൻ്റെ ടീസർ ഇന്നലെ ഇറങ്ങിയായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഏറ്റവും ലാസ്റ്റ് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ തന്നെയായിരിക്കും. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഇന്നലെ ട്രാവലിംഗ് ആയതുകൊണ്ട് ആ ഒരു ടൈമിൽ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ തിരിച്ചെത്തി അവനെ ഉറക്കി. അപ്പോൾ നമ്മൾ സമയം കണ്ടെത്തി ഇങ്ങനെ കാണാൻ പോവുകയാണ്. ഓഫ് കോഴ്സ് നമുക്കറിയാം ലൂസിഫർ എങ്ങനെയാണ് നമ്മൾ ഏറ്റെടുത്തത്. അപ്പം എക്സ്പെക്റ്റേഷൻസ് ഒരു ഇവിടെ നിൽക്കുകയാണ് അല്ലേ, കുറേ വർഷങ്ങളുടെ എക്സ്പെക്ടേഷൻ. അതെ. പിന്നെ നമ്മുടെ പൃഥ്വിരാജ് സുകുമാരനാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ആ ഒരു ഇത് കണ്ടപ്പോൾ തന്നെ വലിയൊരു ചലഞ്ച് കൂടിയാണ്. കാരണം ഫസ്റ്റ് പാർട്ട് ഹിറ്റായ പടങ്ങൾക്കൊക്കെ സെക്കൻഡ് പാർട്ട് ആണ് കൂടുതൽ ആൾക്കാർ എക്സ്പെക്ട് ചെയ്തിരിക്കുക. അത് അവർക്ക് കുറച്ചുകൂടെ ഒരു ഉത്തരവാദിത്തം കൂടുതലുള്ള ഒരു ഒരു ഇതുകൂടെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പാർട്ടിനേക്കാൾ കുറച്ചുകൂടെ, പിന്നെ മേ ബി അവർക്ക് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവും ഒബ്വിയസ്ലി. അതുകൊണ്ട് അവർക്ക് ഓൾറെഡി ആ ഒരു മൂവി സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഹൈലി പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളുടെ ക്രൂ ആവുമ്പോൾ അവർക്ക് സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് ധാരണയൊക്കെ ഉണ്ടാവും. എന്നാലും അവരുടെ ഉള്ളിലുള്ളൊരു, കാരണം ഫസ്റ്റ് പാർട്ട് അത്രയും ക്ലിക്കായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സെക്കൻഡ് പാർട്ടിനെ എങ്ങനെയാണ് എന്താണെന്നുള്ളൊരു ഇതുണ്ടാവുള്ളൂ. ആ ഒരു ആകാംക്ഷയിൽ നമ്മളും ഇരിക്കുന്നു എന്താണ് എമ്പുരാൻ. യെസ്, അപ്പോൾ നമുക്ക് ടീസർ കണ്ടു. എന്നെങ്കിലും ഒരിക്കൽ നിനക്ക് ചുറ്റുമുള്ളതൊക്കെ തകർന്നു എന്ന് തോന്നിയാൽ അന്ന് അച്ഛനില്ലെങ്കിൽ നിനക്ക് സഹായം ചോദിച്ചു ചെല്ലാൻ ഒരാളെ ഉണ്ട്, സ്റ്റീഫൻ. യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തിന്മയും തമ്മിലാണ്. He leads the most powerful mercenary hit group in Asia. Sir, we have the entire Kabuka cartel and the Qureshi Abram nexus in one place. This is our chance. Shall we move in? So, ആരാണ് ഈ സ്റ്റീഫൻ നെടുമ്പള്ളി? ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവണൻ, ഇസ്ലാമിൽ അവൻ ഇബലീസ്, ക്രിസ്ത്യാനികൾക്കിടയിൽ അവൻ ഒരു പേര് ലൂസിഫർ. He's coming back. Abra, Qureshi, Abra. I hear gunshots. We're moving in. Abra. This deal is with the devil. बस एक इशारा भाईजान, बस एक इंतजार रहेगा. खुदा हाफिज. March 27. അതായത് ഒരു സിനിമയുടെ സ്റ്റാർട്ടിങ് മുതല് എൻഡ് വരെ എനിക്ക് ഇത് ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൂടെ എനിക്കറിയില്ല ഗൂസ് ബംസ് വരുമ്പോഴേക്കും നമുക്ക് ഉള്ളിൽ കൂടെ ഒരു കുളിര് വരും. അതിതാ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒന്നാമത് ഹൈലി എക്സ്പെക്ടഡ് മൂവിയാണ്. സത്യം പറഞ്ഞിട്ടല്ലോ, ആദ്യത്തെ സിനിമയും രണ്ടാമത്തെ മറ്റേതോ വേറെ ഏതൊരു ഭൂഖണ്ഡത്തിൽ അല്ലേ, മൊത്തത്തിലൊരു ഹോളിവുഡ് ടച്ചും ആ മ്യൂസിക്, ആ ഇംഗ്ലീഷ് കേറി വന്നതും പിന്നെ ലാലേട്ടന്റെ ഇൻട്രോയും, അമ്മേ ഇതെന്തോ വലിയ സാധനമാണ്. കാരണം സീരിയസ്ലി ഭയങ്കര ബ്രെയിൻ വർക്കിംഗ് ആയിട്ടുള്ള മൂവി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം മേക്കിംഗ് ഒക്കെ വേറെ ലെവലായിട്ട് തന്നെ ആ ഒരു ഇത് കാണുമ്പോൾ ഓൾറെഡി മലയാളികൾ ആരോട് പൃഥ്വിരാജിന്റെ മേക്കിങ്ങിനെ കുറിച്ച് അല്ലേ, ക്വാളിറ്റി അടിപൊളി.
സൂപ്പർ ആ നമ്മൾ പറയട്ടെ, നമ്മൾ ഒരുപാട് BGMസും ഒരുപാട് ട്രാക്കൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും അതിന് ആ എമ്പുരാൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു എമ്പുരാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ടൈറ്റിൽ വരുന്നതും ആ സോങ് വരുന്നതും എസ്പെഷ്യലി എന്താ ഇഷ്ടപ്പെട്ട ചില ഈ ഒരു ടീസറിൽ കൂടുതലായിട്ടൊന്നും സീനുകളൊന്നും റിവീൽ ചെയ്തില്ല. നമ്മളെപ്പോഴും കാണുന്നതില് മൊത്തത്തില് നമ്മളുടെ ആക്ടേഴ്സിന്റെ ഒരു ആക്ടിങ്ങിന്റെ ഓരോ ഇതില് കൂടുതലും സീൻ സീക്വൻസസ് മാത്രം. അതില് ആളുകളുടെ ഫിഗർ വളരെ കുറവായിട്ടാണ്. അതിലിപ്പം ലാലേട്ടനെ റിവീൽ ചെയ്യുന്ന പോലെ പൃഥ്വിരാജ് അങ്ങനെയുള്ള കുറച്ച് ആളുകളെ ജസ്റ്റ് ത്രൂ ഡയലോഗ്സിലൂടെ മാത്രം ആ ഒരു എന്താ പറയണ്ടേന്ന് അറിയില്ല, അത്രയും നന്നായിട്ടുണ്ട്. കാരണം സിനിമയുടെ ഒരു തരത്തിലുള്ള സീൻ ഒരു ക്ലൂവും കിട്ടുന്നില്ല. നമുക്ക് ആകെ മനസ്സിലായത് എന്തൊക്കെയോ സംതിങ് ലോഡിംഗ് ആണെന്ന്. ആ ഡെവിൾ എന്താ, എങ്ങനെയാണ്, എന്താണ് കഥ, എങ്ങനെയാണ് വരാൻ പോണത് ഇതിലറിയാം. നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളി ആക്ച്വലി ആരാണ്, എന്താണ്, എങ്ങനെയാണ്, ഇദ്ദേഹമായിട്ടുള്ള കണക്ഷൻ എന്താണ്, വില്ലൻ ആരാണ്, ആരെയാണ് തീർക്കാൻ പോകുന്നത് ഒന്നും അറിയില്ല. ഇതിലിപ്പം നമ്മള് ലാലേട്ടനെ കണ്ടു, ഫസ്റ്റ് ഷോട്ടില് മഞ്ജു വാര്യരെ കണ്ടു. അതായത് ഫസ്റ്റ് പാർട്ടില് നമ്മൾ ബാക്ക് സൈഡ് ടോവിനോ അങ്ങോട്ട് ബർത്ത്ഡേക്ക് അന്ന് റിവ്യൂ ചെയ്തതാണ്. ഇതിന് മഞ്ജു ചേച്ചിയുടെ ബാക്ക് സൈഡ് കണ്ടു. അങ്ങനെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ ജസ്റ്റ് അവിടെ ഇവിടെ ഒന്ന് സ്പോട്ട് ചെയ്ത ഫീലും ഒരു ഇതിൽ മാത്രം നമുക്ക് തന്നിട്ടുള്ളൂ. അല്ലാതെ നമുക്കൊരു നോർമൽ ഒരു മൂവിയിൽ കാണുന്ന പോലത്തെ അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന സീനിന്റെ സീക്വൻസസ് ഒന്നും ഇതില് ആഡ് ചെയ്തിട്ടില്ല. അത് വളരെ എനിക്കിപ്പോഴും പറയുമ്പോൾ സീരിയസ്ലി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരിക്കാം. എനിക്കിപ്പോഴും ഗൂസ് ബംസിന്റെ ആ ഒരു ഫീഡ്ബാക്ക് കൂടെ ഒക്കെ ഇങ്ങനെ എമ്പൂരൻ ഇതൊക്കെ ആലോചിക്കുമ്പോൾ ട്രെയിലർ നമ്മൾ ഓൺ ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റട്ടെ. കാരണം നമ്മുടെ സാഹചര്യങ്ങളും കൂടെ നമ്മൾ കണക്കെടുക്കണം. സീരിയസ്ലി ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ ഈ എമ്പുരാൻ ലൂസിഫർ 2ന്റെ ഒരു തരത്തിലുള്ള സാധനവും സെർച്ച് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തില്ല. കാരണം അയച്ചു തന്നിട്ടുണ്ട്, ഒന്നും പ്ലേ ചെയ്തിട്ടില്ല. അപ്പൊ ഇപ്പോഴാണ് കണ്ടത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി വേറെ വീഡിയോയിൽ വീണ്ടും